അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? നന്നായിട്ട് ഉറങ്ങിയോ? അതില്ല, കാരണം ഇന്നെന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ. പാർവതിന്റെ സൂപ്പർ സ്റ്റാറിന്റെ ലൈഫാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ സർപ്രൈസസിന്റെ ബോക്സ് ഇങ്ങനെ തുറക്കാൻ പോവാണ്. റെഡി അല്ലേ? റെഡി. ഓ, ഇതാണ് വിസ്മയ സ്റ്റുഡിയോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ്. ഇവിടെ ഇപ്പോൾ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ചെറിയ സർപ്രൈസാണ്, ഏത് മൂവീൻ്റെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. പാർവതി, ഇത് ഫ്രാൻസിസ് ചേട്ടനാണ്. ഇവിടെ വിസ്മയ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയേഴ്സിൽ ഒരാളാണ്. ഇപ്പോൾ ഇവിടെ അപ്പവും മീഞ്ഞും എന്ന് പറഞ്ഞ പാർവതിൻ്റെ സ്റ്റാറിൻ്റെ മൂവിൻ്റെ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഫ്രാൻസിസ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞോളൂ, ഞാൻ ഏൽപ്പിക്കണം. ഏതൊക്കെ പടം ഇതുവരെ ഡബ് ചെയ്തിട്ടുണ്ട്? ആണ് നീലാകാശം ചെയ്തിട്ടുണ്ട്, പിന്നെ അന്നയും മൂന്നാമത്തെ പടം. അത് ശരി, ഓക്കെ. പിന്നെ സണ്ണിച്ചേട്ടൻ എങ്ങനെയാ ഇവിടെ വന്നാൽ ഒരു എക്സ്പീരിയൻസ്? ആള് നല്ല കംഫർട്ടാണ്, പിന്നെ നല്ല ഡെഡിക്കേറ്റഡ് ആണ്, നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരുമായിട്ട്. ഓക്കെ ഓക്കെ, ഫൈൻ. ഈസി ഗോയിങ്. ഇപ്പം അപ്പം ഇതിൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സീൻ അല്ലെങ്കിൽ ഇപ്പം എത്തി നിൽക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും സണ്ണിച്ചേട്ടൻ്റെ വോയിസിനെ പറ്റിയും ഡബ്ബിങ്ങിനെ പറ്റിയും ഡബ്ബിങ് പ്രോസസ്സിനെ പറ്റി എനിക്ക് പറഞ്ഞതിൽ ഒരുപാട് താങ്ക്സ്. കാണാം. താങ്ക് യു സോ മച്ച്. പാർവതി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എല്ലാം അറിഞ്ഞു. ഞാൻ ഇവിടുത്തെ ഡബ്ബിങ് എങ്ങനെയാണ്, സൗണ്ട് എല്ലാം പറഞ്ഞു. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത എക്സൈറ്റ്മെന്റിലേക്ക് പോവാം. അപ്പോൾ സണ്ണി വെയിന് ഷൂട്ടിംഗ് ഇടവേളകളിലൊക്കെ ഒന്ന് ആഘോഷിക്കാൻ ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അവിടെയാണ്. ഇനി കുറച്ചുകൂടെ ദൂരേ ഉള്ളൂ. അവിടെ പാർവതീനെ കുറേ സർപ്രൈസസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലേ? ഹായ്. ഞങ്ങൾ ഇത്രയും ദൂരം വന്നു. നല്ലൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയായിരുന്നു. ശരിക്കും ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു മൂഡൊക്കെ ആയിരുന്നു. സോ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള ഈ ഒരു ജംഗിൾ ഹൗസിൻ്റെ കോൺസെപ്റ്റിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞങ്ങൾക്ക് നമുക്കൊരു അവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഫോറസ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ട്രിപ്സ് നോക്കും. ഇപ്പോൾ വയനാടായാലും അല്ലെങ്കിൽ വാൽപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 2.5 കൊല്ലം മുമ്പ് ഞങ്ങളിവിടെ വന്ന് ഇത് സ്ഥലമൊക്കെ കാണാനിടയായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും പിന്നെ ഈ ഫോക്കസിനുള്ള സ്നേഹത്തിന്റെ പുറത്തുമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ സണ്ണിച്ചേട്ടൻ്റെ വലിയൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആസ് എ ഫ്രണ്ട് സണ്ണിച്ചേട്ടൻ എങ്ങനെയാണ്? ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. തമാശകളാണ് ഭൂരിഭാഗം സംസാരങ്ങളിലും. അല്ലാതെ ഒരു സീരിയസ് ഒരു ടോക്ക് ഞങ്ങൾ അങ്ങനെ സംസാരിക്കില്ല. മൊത്തം തമാശകളാണ്. ഫുഡിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്തൂരിയാണ് ഫുഡിന്റെ ആള്. തന്തൂരിയാണ് ഇഷ്ടം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സണ്ണിച്ചേട്ടൻ. അപ്പോൾ ഇനി ഒരു ആക്ടർ സണ്ണി വെയിൻ എന്ന് പറയുമ്പോൾ ആസ് എ ഫ്രണ്ട്സ് നിങ്ങൾ എങ്ങനെ? ഞാനും സണ്ണിയായിട്ട് സിനിമയ്ക്ക് ഒത്തിരി നാൾ മുമ്പുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞാണ് സെക്കൻഡ് ഷോ ഫിലിം വരുന്നത്. ഇതിലൊരു നടനാവുമെന്നുള്ള കാര്യമൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടൊന്നുമില്ല.
അപ്പൊ അങ്ങനെ ടോക്സും ഇല്ല. അപ്പൊ അങ്ങനെയാണ് ശ്രീനാഥ് രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്നതും ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അതിൽ സണ്ണി അഭിനയിക്കുന്നതും ഞാനും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ആ ഫീൽഡിലേക്ക് പോയി. പിന്നെ അതില് നമ്മളിപ്പോ കുറെ പടങ്ങൾ കാണുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് കാണുന്നതല്ല, ശരിക്കും ആക്ടിങ്ങിൽ ഒത്തിരി ഒരിക്കലും ഒരു പെട്ടെന്നാണ് ചേഞ്ച് ഓവർ. ഒരിക്കലും നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, അതാണ് ഒരു നടൻ എന്ന് പറയുന്ന ഒരു നിലയിൽ നമ്മൾ അംഗീകരിക്കേണ്ടത്. ഈ ഏരിയക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇവിടെ വരുന്ന സ്ഥലങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി കൂടുതൽ എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് സണ്ണിച്ചേട്ടൻ പോണ സ്ഥലമൊക്കെ ആയപ്പോൾ എനിക്കും ആ ഒരു വഴി കൂടെ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇദ്ദേഹം ഇവിടുത്തെ ആദിവാസി മൂപ്പനാണ്. നമസ്കാരം. ചേട്ടൻ ഞങ്ങളുടെ സണ്ണിയുടെ ഫ്രണ്ടാണ്. സണ്ണിയുടെ കൂട്ടുകാരാണ്. ഇവിടെ വന്ന് നമ്മൾ കൂടുതലായിട്ട് അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കാടുമായിട്ട് കൂടുതൽ അടുത്ത് അറിയാനായിട്ട് നമ്മൾ ഒന്നിച്ചു പോയിട്ടുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ കുടിയിലാണ് കൂടുതലായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് താമസിക്കാൻ സൗകര്യം കൂടി കാരണം അടുത്ത് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സൗകര്യം ചെയ്തത്. സണ്ണി ചേട്ടൻ എങ്ങനെയാണ് ചേട്ടനുമായിട്ടുള്ള നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നവിടെ പരിചയപ്പെട്ടാണ്. നല്ല സമീപനമാണ്.